ഇന്ന് നമുക്കൊന്ന് തലശ്ശേരി പോയി വന്നാലോ? ഞാനിന്ന് പറയാൻ പോകുന്ന കഥ എന്ന് പറയുന്നത് തലശ്ശേരി പോയിട്ടുണ്ടായിരുന്ന യാത്രയെക്കുറിച്ചാണ് കേട്ടോ. ട്രെയിനിലായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. കൂടെ വന്നിട്ടുണ്ടായിരുന്നത് കണ്ണനായിരുന്നു. കണ്ണനില്ലാണ്ട് നമുക്ക് എന്ത് യാത്ര അല്ലേ? ഇറങ്ങിയപ്പോൾ തന്നെ ചോദ്യം തിന്നാനുള്ള കാര്യത്തെ പറ്റി കേട്ടോ. കോഴിക്കോട് ഒരുപാട് ബിരിയാണി സെന്റർ ഉണ്ട്. ഇവിടെ വന്ന സമയത്ത് തലശ്ശേരി ബിരിയാണി കഴിക്കാന്ന് പറഞ്ഞേ. അത് ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയാൽ മതി. അതെ, എവിടെയാണ് നല്ല തലശ്ശേരി ബിരിയാണി കിട്ടുക എന്ന് ചോദിച്ചപ്പോൾ രണ്ടു പേർക്കും ഒരേ ഉത്തരമായിരുന്നു കേട്ടോ. പാരിസ് ഹോട്ടൽ. കണ്ണനും എന്നോട് പറഞ്ഞു, അമ്മേ തലശ്ശേരി വന്നിട്ട് തലശ്ശേരി ബിരിയാണി കഴിക്കാണ്ട് പോകുന്നത് ശരിയാണോ എന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചത് പാരിസ് ഹോട്ടലിലേക്കാണ് കേട്ടോ. സത്യം, ഓട്ടോയിലുള്ള ആൾ പറഞ്ഞതുപോലെ തന്നെ പഴയ മോഡൽ ഹോട്ടലാണെങ്കിലും ചെയർ കാര്യങ്ങളൊക്കെ പഴമയുടേതാണെങ്കിലും ഫുഡിൻ്റെ കാര്യത്തിലൊന്നും പറയാനില്ല കേട്ടോ. ഞാൻ കണ്ണോട് പറഞ്ഞു, ശരിക്കും ഞാനിപ്പം കുറേ കാലം മുന്നേ പാരഗൺ എന്നൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും എനിക്ക് അതിലും ഇഷ്ടമായിട്ടുള്ളത് തലശ്ശേരി ബിരിയാണിയാണ് കേട്ടോ. ഞാൻ വിചാരിക്കുകയാണ് തലശ്ശേരിക്കാരാണോ ഇനി ബിരിയാണി കണ്ടുപിടിച്ചതെന്ന്. എന്തൊരു ടേസ്റ്റാണെന്നോ തലശ്ശേരി ബിരിയാണി. ഞങ്ങൾ പാരിസ് ഹോട്ടലിൽ കയറി തലശ്ശേരി ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതിലാട്ടോ. കാരണം എന്ന് വെച്ചാൽ നല്ല വിശപ്പുണ്ടായിരുന്നു. ഉച്ച സമയമായിട്ട് ഞങ്ങൾ കറക്റ്റ് സമയം എത്തിയത് ഒരു 2:30 ഉണ്ടോ, 2:30 ആയില്ല, 2 മണി കഴിഞ്ഞിട്ടുണ്ടോ, ആ സമയത്താണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അറിയാലോ, നല്ല വിശപ്പുണ്ടായിരുന്നു. വിശപ്പുകൊണ്ടുള്ള ടേസ്റ്റ് ഒന്നും അല്ല കേട്ടോ, ഇത് സത്യം പറഞ്ഞാൽ നല്ല ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു. ഒരു ബിരിയാണിയാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ എപ്പോഴും അധികമായിട്ട് അങ്ങോട്ട് ഫുഡ് കഴിക്കുന്ന ഒരാളല്ല. ഫുഡ് കഴിക്കും, പക്ഷേ എനിക്ക് ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കും. ഇടയ്ക്കിടയ്ക്ക് കഴിക്കണം എന്നുള്ള ഒരു ടൈപ്പാണ്. അങ്ങനെ ഞങ്ങളിതാ അവിടുന്ന് ബിരിയാണിയൊക്കെ തട്ടി അടിപൊളിയായിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല. എന്തായാലും തലശ്ശേരിക്കാരുടെ ഭാഗ്യം തന്നെയാണ് പാരിസ് ഹോട്ടൽ. അപ്പോൾ ഈ വീഡിയോ തലശ്ശേരിക്കാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഹോട്ടൽ പാരിസ് തന്നെയാണെന്ന് ഒന്ന് പറയണേ. എന്തായാലും കോഴിക്കോട് നിന്ന് ആര് പോവുകയാണെങ്കിലും ധൈര്യമായിട്ട് പാരിസ് ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ വെച്ച് പിടിക്കാൻ പോകുന്നത് അടുത്ത ഞങ്ങൾ ഊഴത്തിലേക്കാണ്, മൈജിയിലേക്കാണ് കേട്ടോ. നമ്മുടെ മൈജി ഫ്യൂച്ചർ സ്റ്റോറിലായിരുന്നു ഇന്നത്തെ എൻ്റെ വർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടേക്കാണ് നേരെ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഓട്ടോ തിരിച്ചു പോയി മൈജീൻ്റെ അവിടെ ഇറക്കി തന്നു. എന്താ പറയുക, അടുത്തത് എനിക്ക് പറയാനുള്ളത് അവിടുത്തെ ആളുകളുടെ സ്വഭാവം കേട്ടോ. നമ്മുടെ കോഴിക്കോടത്തെ ഓട്ടോ ചേട്ടന്മാരെ പോലെ തന്നെ അടിപൊളിയാണ്. അവർ നമ്മളോട് അത്രയും കമ്പനിയായിട്ട് നമുക്ക് പോകേണ്ട സ്ഥലത്ത് അത്രയും സേഫായിട്ട് കെയർ ചെയ്തിട്ട് അത്രയും അടിപൊളിയായിട്ടാണ് കേട്ടോ ഓരോ സ്ഥലത്തും നമ്മളെ കൊണ്ടെത്തി തരുന്നതും അവിടുത്തെ ഓരോ സ്ഥലങ്ങളെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതൊക്കെ കാണുമ്പോൾ സത്യം പറയാണല്ലോ ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു, എൻ്റെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ആഫ്റ്റർ ഞാൻ എന്ത് ചെയ്തു, നല്ലൊരു ചായ കുടിക്കണം എന്ന് ആഗ്രഹിച്ചപ്പോൾ മൈജീൻ്റെ തൊട്ടടുത്തായിട്ട് കിഡിലൻ ചായ ഷോപ്പ്, ഇവിടുത്തെ പോലെ തന്നെ നല്ല അടിപൊളി സ്നാക്സും. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് നേരെ കോഴിക്കോടേക്ക് വെച്ച് പിടിക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ.